അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്, അതിലെ 3-ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഹാഫ് ഇയർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിയവ ലഭിക്കാൻ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദർസു സാലിസ്, 3-ാമത്തെ പാഠം. ലാ തുബ്തിലു അഅ്മാലക്കും. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. എന്താ നിസ്കാരം മുറിച്ചത്? ളുഹ നിസ്കാരം മുറിച്ച് തിരിഞ്ഞു നടന്ന ഉപ്പയോട് റാബിയ ചോദിച്ചു. ഉപ്പ, നിസ്കാരം ബാത്തിലായി. തുണിയിൽ മൂത്രം തെറിച്ചോ? റാബിയ, തുണിയിൽ മൂത്രം തെറിച്ചാൽ നിസ്കാരം ബാത്തിലാകുമോ? മൂത്രം നജസല്ലേ? നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിന്റെ ഷർത്താണ്. ഷർത്തിനും ഫർളിനും ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാവും. ഉപ്പ പറഞ്ഞു. തുടർച്ചയായി 3 ചലനങ്ങളുണ്ടായാലും ഖുർആൻ വിക്ർ വചനങ്ങളല്ലാത്ത 2 അക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ മൊഴിഞ്ഞാലും നിസ്കാരം ബാത്തിലാവുമെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. റാബിക ഓർത്തെടുത്തു. ഉപ്പ, അതുമാത്രമല്ല, നിസ്കാരം മുറിക്കാൻ കരുതുകയോ അതിൽ ശങ്കിക്കുകയോ ചെയ്യുക, നിയ്യത്തിൽ സംശയിക്കുക, ഫർളിനെ ഫർളല്ലെന്ന് വിചാരിക്കുക, തമാശയായി വല്ലതും ചെയ്യുക, നോമ്പ് മുറിയുന്ന വല്ല കാര്യവും ഉണ്ടാവുക, ഫിഅലിയായ റുക്നിനെ മനഃപൂർവ്വം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളും നിസ്കാരത്തെ ബാത്തിലാക്കുന്നതാണ്. തുണി കഴുകുമ്പോൾ ഉപ്പ പറഞ്ഞു. ശേഷം ളുഹ നിസ്കരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ലാ തസിഹു സ്വലാത്തു ബിൻ നജസ്. അതിന്റെ അർത്ഥം, നജസോട് കൂടി നിസ്കാരം ശരിയാവുകയില്ല. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1-ാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. അതിലെ 1-ാമത്തെ ചോദ്യം, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ 3 എണ്ണം എഴുതുക. ഉത്തരം, തുടർച്ചയായ 3 ചലനങ്ങൾ ഉണ്ടാവുക, ഖുർആൻ വിക്ർ വചനങ്ങളല്ലാത്ത 2 അക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ മൊഴിയുക, നിസ്കാരം മുറിക്കാൻ കരുതുകയോ അതിൽ ശങ്കിക്കുകയോ ചെയ്യുക തുടങ്ങിയവ. നുജീബ്, അതിലെ 2-ാമത്തെ ചോദ്യം, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം, സംഭോഗം ചെയ്യുക, ഇന്ദ്രിയം സ്ഖലിപ്പിക്കുക, ഉണ്ടാക്കി ഛർദിക്കുക, തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് വല്ലതും പ്രവേശിക്കുക തുടങ്ങിയവ. 3-ാമത്തെ ചോദ്യം, നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഏതെല്ലാം? ഉത്തരം, 1 അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, 2 നജസിൽ നിന്ന് ശുദ്ധിയാവുക, 3 ഔറത്ത് മറയ്ക്കുക, 4 സമയമായെന്നറിയുക, 5 ഖിബിലയ്ക്ക് മുന്നിടുക. 4-ാമത്തെ ചോദ്യം, ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. എന്തിന്? ഉത്തരം, ഷർത്തിനും ഫർളിനും ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. 5-ാമത്തെ ചോദ്യം, ഒരക്ഷരം ഒഴിഞ്ഞാലും നിസ്കാരം ബാത്തിലാകും. എങ്ങനെയുള്ള ഒരക്ഷരം? ഉത്തരം, അർത്ഥമുള്ള ഒരക്ഷരം. 6-ാമത്തെ ചോദ്യം, മുറിക്കണമോ എന്ന് ശങ്കിച്ചാൽ നിസ്കാരം ബാത്തിലാകുമോ? ഉത്തരം, നിസ്കാരം ബാത്തിലാകും. തദ്രീബാത്തിലെ 2-ാമത്തെ പ്രവർത്തനം നുഇദ്ദുൽ ജദ്വൽ, പട്ടിക തയ്യാറാക്കാനുള്ളതാണ്. നിസ്കാരത്തിന്റെ ഫർളുകൾ 3 ഇനമാണ്, ഖൽബിയുൻ, ഫിഅലിയുൻ, ഖൗലിയ്യ്. നിയ്യത്ത് ഖൽബിയായ ഫർളാണ്. ഖൗലിയും ഫിഅലിയും വേർതിരിച്ച് താഴെ പട്ടികയിൽ എഴുതുക. താഴെ നമുക്ക് 2 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്, ഖൗലിയ്യ്, ഫിഅലിയ്യ്. ഒരു ഭാഗത്ത് നമ്മൾ ഖൗലിയായ ഫർളുകൾ എഴുതണം, മറുഭാഗത്ത് നമ്മൾ ഫിഅലിയായ ഫർളുകൾ എഴുതണം. നോക്കൂ, ഖൗലിയ്യ് ആ ബോക്സിൽ നമുക്ക് എഴുതാം. 1 തക്ബീർ ചൊല്ലുക, 2 ഫാത്തിഹ ഓതുക, 3 അവസാനത്തെ അത്തഹിയാത്ത് ഓതുക, 4 അത്തഹിയാത്തിന് ശേഷം സ്വലാത്ത് ചൊല്ലുക, 5 ആദ്യത്തെ സലാം വീട്ടുക. ഇനി ഇപ്പുറത്ത് നോക്കൂ, ഫിഅലിയ്യ് ആ ബോക്സിൽ നമ്മൾ എഴുതേണ്ടത് 1 കഴിവുള്ളവൻ നിൽക്കുക, 2 റുക്കൂ, 3 ഇഅ്തിദാൽ,
4 2 സുജൂദ്. 5 2 സുജൂദിനിടയിലെ ഇരുത്തം. 6 തുമഅനീനത്ത്. 7 അത്തഹിയാത്ത്, സ്വലാത്ത് എന്നിവയ്ക്ക് വേണ്ടി ഇരിക്കൽ. അപ്പൊ ഇതുപോലെ നിങ്ങൾ വേർതിരിച്ചിട്ട് ആ 2 ബോക്സുകളിലും എഴുതുക. തദ്രീബാത്തിലെ 3ാമത്തെ പ്രവർത്തനം നുബയ്യിനുൽ ഹുക്കം. നമുക്കിവിടെ താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഹുക്കുമ് നമ്മൾ വ്യക്തമാക്കാനുള്ളതാണ്. 1 നിസ്കരിക്കുന്ന വ്യക്തി 2 അടി മുന്നോട്ട് വെച്ചു. ഹുക്കും നിസ്കാരം ബാത്തിലാകുകയില്ല. 2 നിസ്കരിച്ചു കൊണ്ടിരിക്കെ വുളൂ മുറിഞ്ഞു. ഹുക്കുമ് നിസ്കാരം ബാത്തിലാകും. 3 പല്ലിന്റെ ഇടയിലുണ്ടായിരുന്ന മാംസകഷ്ണം ഉള്ളിലേക്ക് ഇറക്കി. ഹുക്കുമ് മനഃപൂർവമാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും. 4 ബോധപൂർവം ഒരു സുജൂദ് കൂടുതൽ ചെയ്തു. ഹുക്കുമ് നിസ്കാരം ബാത്തിലാകും. 5 നിസ്കരിച്ചു കൊണ്ടിരിക്കെ നിയ്യത്ത് ചെയ്തോ എന്ന് സംശയിച്ചു. ഹുക്കുമ് നിസ്കാരം ബാത്തിലാകും. 6 കാറ്റുമൂലം തുണി ഉയർന്നു. ഔറത്ത് വെളിവായി. ഉടൻ താഴ്ത്തിയിട്ടു. ഹുക്കുമ് നിസ്കാരം ബാത്തിലാകുകയില്ല. 7 നിസ്കരിച്ചു കൊണ്ടിരിക്കെ തുണിയിൽ മൂത്രം തെറിച്ചു. ഹുക്കുമ് നിസ്കാരം ബാത്തിലാകും. 8 നിസ്കരിച്ചു കൊണ്ടിരിക്കെ തമാശയായി അടുത്തുള്ളവനെ അടിച്ചു. ഹുക്കുമ് നിസ്കാരം ബാത്തിലാകും. 9 നിസ്കാരത്തിൽ പൊട്ടിച്ചിരിച്ചു. ഹുക്കുമ് നിസ്കാരം ബാത്തിലാകും. തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളുടെ ഒരു ചാർട്ട് തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്നൊരു ഹെഡിങ് കൊടുക്കുക. 1 നിസ്കാരത്തിന്റെ ഫർളുകളിൽ ഏതെങ്കിലും ഒന്നിന് ഭംഗം വരുത്തുക. 2 നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഏതെങ്കിലും ഒന്നിന് ഭംഗം വരുത്തുക. 3 തുടർച്ചയായ 3 ചലനങ്ങൾ ഉണ്ടാവുക. 4 ഖുർആൻ, വിക്ർ, ദുആ അല്ലാത്ത അർത്ഥമുള്ള ഒരക്ഷരമോ അല്ലെങ്കിൽ 2 അക്ഷരമോ മൊഴിയുക. 5 നിസ്കാരം മുറിക്കാൻ കരുതുകയോ അതിൽ ശങ്കിക്കുകയോ ചെയ്യുക. 6 നിയ്യത്തിൽ സംശയിക്കുക. 7 ഫർളിനെ ഫർളല്ലെന്ന് വിചാരിക്കുക. 8 തമാശയായി വല്ലതും ചെയ്യുക. 9 നോമ്പ് മുറിയുന്ന വല്ല കാര്യവും ഉണ്ടാവുക. 10 ഫേലിയായ റുക്നിനെ മനഃപൂർവ്വം വർദ്ധിപ്പിക്കുക. തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം നക്തുബ്, എഴുതാനുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ആ കൊടുത്തിരിക്കുന്ന വരികളിൽ അതുപോലെ എടുത്ത് എഴുതാനുള്ളതാണ്. നോക്കൂ. ഷർത്തുൻ, നജസുൻ, ലുഹ, റാബിയത്തുൻ, ബാത്തിലുൻ, നിയ്യത്തുൻ, ഫിഅലിയുൻ. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.